ജോലി തടസ്സം, വിവാഹ തടസ്സം, നമ്മൾ ഇറങ്ങുന്ന എല്ലാ മേഖലകളിലും തടസ്സങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സംഭവിച്ച് അത് മുടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം പലപ്പോഴും പലരിലും ഉണ്ടാകാറുണ്ട്. അപ്പോൾ പലപ്പോഴൊക്കെ ചോദിക്കാറുണ്ട്, ഉസ്താദ് എന്താണ് ഇതിന് ചെയ്യുക? നമ്മൾ തന്നെ തുടങ്ങിയ ബിസിനസ് വേറൊരാൾ തുടങ്ങി കാണുമ്പോൾ അതിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. നമ്മൾ തുടങ്ങിയ എങ്ങനെയെങ്കിലൊക്കെ ആയിട്ട് അത് മുടങ്ങിപ്പോകുന്നു. വല്ല സിഹറോ ആയിനോ കണ്ണേറോ വല്ലതും ഉണ്ടോ, വല്ല ശത്രുദോഷം വല്ലതുണ്ടോ, ഇങ്ങനെ എന്തെല്ലോ ഒരുപാട് ചോദ്യങ്ങളാണ് പലപ്പോഴും പലരും ചോദിക്കാറുള്ളത്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, കുടുംബജീവിതത്തിലാകട്ടെ, വ്യക്തി ജീവിതത്തിലാവട്ടെ, നമ്മുടെ ബിസിനസ്സിലാവട്ടെ, കച്ചവടത്തിലാകട്ടെ, നമ്മുടെ മക്കളുടെ ജീവിതത്തിലാവട്ടെ, ഏത് മേഖലകളിലുള്ള തടസ്സങ്ങളാണെങ്കിലും ആ തടസ്സങ്ങളെല്ലാം നീക്കം ചെയ്യാൻ ഈ ഒരൊറ്റ ദിക്റ് മാത്രം മതിയാകുന്നതാണ്. അത് നിങ്ങൾക്ക് ആ ദിക്റ് ഇങ്ങനെ ഓതുമ്പോൾ തന്നെ, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു പവിത്രത നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. കാരണം അത്രമേൽ പവിത്രമേറിയ ഒരു ദിക്റാണിത്. വളരെ പെട്ടെന്ന് പറഞ്ഞു തീർക്കുക. ഇത് മഹാനരായ മഅറൂഫുൽ കർഖി റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുന്നുണ്ട്, 10 വാക്യങ്ങൾ അത് ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് ഒരാളോട് പറയുന്നുണ്ട്. അതിൽ 5 ഇവിടുത്തെ കാര്യങ്ങളും 5 അവിടുത്തെ കാര്യങ്ങളാണ്. 5 ദുനിയാവിലെയും 5 ആഖിറത്തിലെയും കാര്യങ്ങളാണ്. ഇത് ഉപയോഗിച്ച് ദുആ ചെയ്താൽ ആ ദുആ സ്വീകരിക്കപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ആ കേട്ട ആൾക്ക് വലിയ അനുഭൂതിയായി. അപ്പോൾ പറഞ്ഞു, എന്നാൽ അത് വേഗം എനിക്കൊന്ന് എഴുതിത്തരണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അങ്ങനെ എഴുതിത്തരാൻ കഴിയില്ല, എനിക്കിത് എന്നോട് പറഞ്ഞു തരികയാണ് ചെയ്തത്, അതുകൊണ്ട് ഞാനതുപോലെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കൊടുത്ത മഅറൂഫുൽ കർഖി റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്ത ഒരു ദിക്ർ കൂടെയാണിത്. നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഇത്തരം അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിലും വാട്സപ്പിലും അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ നോക്കിയാൽ അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. കുറേ കുട്ടികളുടെ രക്ഷിതാക്കൾ നമ്മളോട് ഇതിനോടകം തന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് അവർ അഡ്മിഷനൊക്കെ വരാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നൊരു സമയം കൂടെയാണ്. അവർക്കൊക്കെ ഓരോ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് 7ാം ക്ലാസ് 8ാം ക്ലാസ് മുതലൊക്കെ പഠിക്കുന്ന കുട്ടികളെ ദീനീ ചിട്ടയോടെ, ആത്മീയാന്തരീക്ഷത്തിൽ തികഞ്ഞ അച്ചടക്കത്തോടെ അവരെ മതബൗദ്ധിക സാങ്കേതിക സമന്വയ വിദ്യാഭ്യാസം നൽകി ഇസ്ലാമിക് തിയോളജിയിലും ഭൗതിക ശാസ്ത്രത്തിലും നമുക്ക് കൃത്യമായി ബിരുദങ്ങൾ സമ്മാനിച്ച് കൊടുത്ത് നമുക്ക് അവരുടെ പഠനം പൂർത്തീകരിക്കാൻ പറ്റും. എല്ലാത്തിനുമുപരി നമ്മുടെ പേരിൻ്റെ അകമ്പടിയിൽ മുമ്പിലും ശേഷമൊക്കെ കുറേ ബിരുദക്കൂമ്പാരങ്ങൾ ഉണ്ടായിട്ട് കാര്യമില്ല. അങ്ങനെ എത്രയോ ബിരുദങ്ങൾ നേടിയെടുത്ത് എംഫിലും ബിടെക്കും എംടെക്കൊക്കെ കഴിഞ്ഞ ആളുകൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് UK-യിൽ നിന്നൊക്കെ പഠിച്ചു വന്നിട്ട് ഉമ്മയും ഉപ്പയും ഭാരമായിട്ട് അവർ വൃദ്ധസദനങ്ങളിലേക്കൊക്കെ തള്ളുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ കുട്ടിയെ ആ വിദ്യ പഠിച്ചിട്ടോ അഭ്യസിച്ചിട്ടോ ഒന്നും കാര്യമില്ല. അങ്ങനെ ഒരുപാട് നോളജ് കിട്ടിയിട്ടും കാര്യമില്ല. നമുക്ക് ഉപകരിക്കുന്ന മക്കളാകണം. അങ്ങനെയുള്ള മക്കളാക്കിയിട്ട് തിരിച്ചു തരാൻ നമുക്ക് സാധിക്കുമെന്നുള്ളത് നമ്മൾ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ നമ്മുടെ ദർസിൽ ചേർക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഡിസ്പ്ലേയിൽ കാണിച്ച നമ്പറിൽ വാട്സപ്പിൽ അഡ്മിഷൻ എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങൾ മക്കൾ ഏതിലാണ് പഠിക്കുന്നത്, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് അറിയിച്ചാൽ, നമുക്ക് പറ്റുന്ന കുട്ടിയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്ത് അവരെ നമ്മൾ പരമാവധി എടുക്കാൻ വേണ്ടി തന്നെ ശ്രമിക്കും ഇൻഷാ അല്ലാഹ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, പരിശുദ്ധമായ റമളാൻ ഷരീഫിലെ വളരെ പുണ്യകരമായൊരു കർമ്മമാണ് നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത്. നോമ്പ് തുറയിലേക്ക് നിങ്ങളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ സഹായിക്കാവുന്നതാണ്. ഒരു 10 പേരുടെയോ 20 പേരുടെയോ 50 പേരുടെയൊക്കെ നോമ്പ് തുറ ഏറ്റെടുത്താൽ ഇൻഷാ അല്ലാഹ് അത് വലിയ ഉപകാരമായിരിക്കും എന്നുള്ളത് അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വലിയ ബറക്കത്ത് നൽകട്ടെ. ഇനി അടുത്തൊരു റമളാനിന് നമ്മൾ ഉണ്ടാകുമെന്ന് അറിയൂല. ഇത് റജബായിട്ടുള്ളൂ, ഈ റമളാൻ തന്നെ ഉണ്ടാവും എന്നുള്ളത് നമുക്കൊരു ഉറപ്പുമില്ല. അപ്പോൾ ഈ റമളാനിലേക്കൊക്കെ നമുക്ക് ആയുസ് കിട്ടാനും ഇനി ഒരുപാട് റമളാനുകളെ സ്വീകരിക്കാനും വേണ്ടിയിട്ട് ഈ റമളാനിലേക്ക് നീട്ടിയെറിയുന്നൊരു സ്വതക്കയും കൂടെയാണ് പരിശുദ്ധമായ റജബിൽ നാം ചെയ്യാൻ പോകുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. നമ്മളിന്ന് പറഞ്ഞിരുന്ന ദിക്ർ ഏതാണെന്നറിയോ? ആ ദിക്ർ ഞാനിവിടെ ഡിസ്പ്ലേയിൽ കാണിക്കാം. ഇതിൻ്റെയൊക്കെ ഒരു ക്ലിയറുള്ള ഫോട്ടോ നമ്മൾ ഇൻസ്റ്റയിൽ
ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അവിടെ ആകുമ്പോൾ ക്ലിയർ നഷ്ടപ്പെടാതെ നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നുള്ളതാണ്. ആ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ പോയി നോക്കിയാൽ നിങ്ങൾക്കത് അവിടെ ചെന്നാൽ കിട്ടും എന്നുള്ളത് അറിയിക്കുകയാണ്. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റിയിൽ കാണാൻ സാധിക്കുമോ എന്നുള്ളത് എനിക്കറിയുന്നില്ല. ഇവിടെ ഇപ്പോൾ ക്ലാരിറ്റിയിൽ കാണുന്നുണ്ട്. ഇതിന് ക്ലിയറിൽ കാണാനാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇൻസ്റ്റയുടെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ നോക്കിയാൽ മതി, അവിടെ ഉണ്ടാകും. ഈ ഒരു ദിക്ർ എന്ന് പറഞ്ഞാൽ ഇത് വളരെ പവിത്രമേറിയ ഒരു ദിക്റാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മഹാനരായ മഅറൂഫുൽ കർഖി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു ദിക്ർ കൂടെയാണ്. ദിക്ർ എങ്ങനെയാണ് ചൊല്ലേണ്ടത്? ഹസ്ബി അല്ലാഹു ലിദീനി ഹസ്ബി അല്ലാഹു ലിദുനിയായ ഹസ്ബി അല്ലാഹുൽ കരീമു ലിമാ അഹമ്മനി ഹസ്ബി അല്ലാഹുൽ ഹകീമുൽ ഖവിയ്യു ലിമൻ ബഗാ അലൈഹി ഹസ്ബിയ ശദീദു ലിമൻ കാദനി ബിസൂ ഹസ്ബി അല്ലാഹുർ റഹീമു ഇൻദൽ മൗത്ത് ഹസ്ബി അല്ലാഹുർ റഊഫു ഇൻദൽ മസ്അലതി ഫിൽ ഖബ്ർ ഹസ്ബി അല്ലാഹുൽ കരീമു ഇൻദൽ ഹിസാബ് ഹസ്ബി അല്ലാഹുൽ ലത്തീഫു ഇൻദൽ മീസാൻ ഹസ്ബി അല്ലാഹുൽ ഖദീറു ഇൻദസ് സിറാത്ത് ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. വളരെ പവിത്രമേറിയ ദുആ ആണ്. ഇതിൻ്റെ അർത്ഥം നോക്കൂ, ഹസ്ബി അല്ലാഹു ലിദീനി. ഹസ്ബി അല്ലാഹു ലിദീനി എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ ദീനിൻ്റെ കാര്യങ്ങൾക്ക് എനിക്ക് അള്ളാഹു മതി. ഹസ്ബി അല്ലാഹു ലിദുനിയായ, എൻ്റെ ദുനിയാവിൻ്റെ കാര്യങ്ങൾക്ക് എനിക്ക് അള്ളാഹു മതി. ഹസ്ബി അല്ലാഹുൽ കരീമു ലിമാ അഹമ്മനി, എന്നെ ദുഃഖിപ്പിക്കുന്ന വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് എനിക്ക് റഹ്മാനായ കരീമായ അള്ളാഹു മതി, ഔദാര്യവാനായ റബ്ബ് മതി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഹസ്ബി അല്ലാഹുൽ ഹകീമുൽ ഖവിയ്യു ലിമൻ ബഗാ അലയ്യ, എന്നോട് അതിക്രമം പ്രവർത്തിക്കുന്നവർക്കെതിരിലും ശക്തനും സഹിഷ്ണുതയുള്ളവനുമായ ഹക്കീമായ അള്ളാഹു മതി എന്നുള്ളതാണ്. നിങ്ങൾ ഓരോന്നിൻ്റെ അർത്ഥവും നോക്കൂ. അതേപോലെ തന്നെ ഹസ്ബി അല്ലാഹു ശദീദു ലിമൻ കാദനി ബിസൂ, എന്നോട് തിന്മ കൊണ്ട് എന്നെ വഞ്ചിക്കുന്ന ആളുകൾ, തിന്മ കൊണ്ട് എന്നോട് അടുക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്കെതിരെ എന്നെ വിജയിക്കാതിരിക്കാൻ ശക്തനായ അള്ളാഹു എനിക്ക് മതി. ഹസ്ബി അല്ലാഹു റഊഫു ഇൻദൽ മസ്അലതി ഫിൽ ഖബ്ർ, ഖബ്റിൽ വെച്ച് ചോദ്യം ചെയ്യുന്ന വേളയിൽ ദയാലുവായ അള്ളാഹു എനിക്ക് മതി എന്നുള്ളതാണ്. ഹസ്ബി അല്ലാഹുൽ കരീമു ഇൻദൽ ഹിസാബ്, വിചാരണ ചെയ്യുന്ന സമയത്ത്, ഹിസാബിൻ്റെ സമയത്ത് ദയാലുവായ അള്ളാഹു മതി. ഹസ്ബി അല്ലാഹുൽ ലത്തീഫു ഇൻദൽ മീസാൻ, നന്മ തിന്മകൾ തൂക്കുന്ന തുലാസിൻ്റെ അടുക്കൽ വെച്ച് ദയാനിധിയായ റബ്ബെനിക്ക് മതി, അള്ളാഹു മതി. ഹസ്ബി അല്ലാഹുൽ ഖദീറു ഇൻദസ് സിറാത്ത്, സിറാത്ത് എന്ന പാലം കടക്കുന്ന സമയത്ത് ഖാദിറായ അള്ളാഹു എനിക്ക് മതി. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹ് മതി. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ഒരു ഇലാഹും യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടാനില്ല. അലൈഹി തവക്കൽതു, അവൻ്റെ മേലിലാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. വഹുവ റബ്ബുൽ അർശിൽ അദീം, അവൻ അദീമായ അർശിൻ്റെ നാഥനാണ്, അവൻ മഹത്തായ സിംഹാസനത്തിൻ്റെ ഉടമയാണ്, റബ്ബാണ്. ഇത് മഹാനരായ ഒരു വലിയ മഹാന് മഅറൂഫുൽ കർഖി റളിയല്ലാഹു അൻഹുവിനോട് ഒരു വലിയ മഹാനോട് പറഞ്ഞതാണ്, ഈ ഒരു ദുആ ചെയ്താൽ ആ ദുആ സ്വീകരിക്കപ്പെടും, ഇജാബത്ത് കിട്ടുന്നില്ല. അപ്പോൾ പറഞ്ഞാണ്, എനിക്ക് എഴുതി തരാൻ പറഞ്ഞപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം, എനിക്ക് പറഞ്ഞാണ് കിട്ടിയിട്ടുള്ളത്, ഞാൻ കേൾക്കുകയാണ് ചെയ്തിട്ടുള്ളത്, അങ്ങനെ പറഞ്ഞു കൊടുത്തു. ഇത് നമ്മുടെ നിസ്കാരങ്ങൾക്ക് ശേഷമൊക്കെ ഒന്ന് പതിവാക്കാൻ വേണ്ടി നോക്കുക. വളരെ പെട്ടെന്ന് ഹസ്ബി അല്ലാ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെല്ലാൻ പറ്റുന്നൊരു ദിക്ർ കൂടെയാണ്. ദിക്റിൻ്റെ ആ ലദ്ദത്ത് അറിഞ്ഞവർക്കറിയാം, ഹസ്ബി അല്ലാ എന്നതുകൊണ്ട് തുടങ്ങുന്ന ദിക്റുകൾക്കൊക്കെ ഒരു പ്രത്യേക മാധുര്യമാണ്, ഒരു പ്രത്യേക ലദ്ദത്താണ് അത് ചൊല്ലുമ്പോൾ. ഇൻഷാ അല്ലാഹ് അവൻ്റെ ദിക്റിലും സ്മരണയിലും ഇബാദത്തിലും വിശുദ്ധ ഖുർആൻ പാരായണത്തിലുമൊക്കെ ആയിട്ട് നമ്മുടെ സമയം ചെലവഴിക്കാനുള്ള തൗഫീഖ് നമുക്കും നമ്മോട് ബന്ധപ്പെട്ട സകല ആളുകൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ പ്രത്യേകം ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ റബ്ബ് സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു തരട്ടെ. രോഗങ്ങൾക്ക് അല്ലാഹു ശിഫ നൽകട്ടെ. കടങ്ങൾ അല്ലാഹു വീട്ടിത്തരട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അല്ലാഹു കാക്കട്ടെ.
അപകട മരണങ്ങളെ തൊട്ട് അള്ളാഹു കാക്കട്ടെ. മരണം ഖൈറാകുന്ന സമയം ഈമാൻ സലാമത്താക്കി സാധുക്കളായ നമ്മയൊക്കെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ അവരുടെ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, വ്യതകൾ, ആദികൾ, വേദനകൾ എല്ലാം പറഞ്ഞ് ദുആ വസിയത്തുകളൊക്കെ താഴെ എഴുതി അറിയിക്കുമ്പോൾ നിങ്ങളൊക്കെ അവർക്ക് വേണ്ടിയിട്ടും നമുക്ക് വേണ്ടിയിട്ടും ദുആ വസിയത്ത് ചെയ്തവർക്കൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകം ദുആ ചെയ്യണം. ആരുടെ ദുആ ആണ് സ്വീകരിക്കുക എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നവരുടെ ദുആ സ്വീകരിക്കോ? നമ്മൾ പ്രതീക്ഷിക്കുന്നവരുടെ ആവൂല, പ്രതീക്ഷിക്കാത്തവരുടെയൊക്കെ ദുആ ആയിരിക്കും അള്ളാഹു സ്വീകരിക്കുക. പ്രത്യേകിച്ച് അഭാവത്തിൽ ചെയ്യുന്ന ദുആഇനൊക്കെ വലിയ ഫലമുണ്ട്. അള്ളാഹു നമുക്കൊക്കെ വലിയ രക്ഷയും സമാധാനമൊക്കെ നൽകട്ടെ. നിങ്ങളൊക്കെ എനിക്കും എൻ്റെ കുടുംബത്തിനൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകം ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.